ഇന്ത്യയുടെ ഭൂപടം നോക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, സൗത്ത് ഇന്ത്യയുടെ 3 ഭാഗവും കടലാണ്. ബാക്കിയുള്ള ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യക്കുള്ളിലുള്ള മറ്റു സ്ഥലങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. കടൽ വഴിയുള്ള ആക്രമണം പഴയ കാലത്ത് വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ അധികം ഏൽക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ നോർത്ത് ഇന്ത്യയുടെ സ്ഥിതി അതായിരുന്നില്ല. നോർത്ത് ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അനായാസം മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ, രാജാക്കന്മാര് അനായാസം നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരികയും നിരന്തരം നോർത്ത് ഇന്ത്യയിലെ രാജാക്കന്മാരുമായി യുദ്ധമുണ്ടാവുകയും അധികാരം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതേസമയം സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ കടൽ മാർഗം കടന്നു വരുന്നവർ കൂടുതൽ ആൾക്കാരും കച്ചവടം ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് വസ്തുത. 3000 BC തൊട്ട് തന്നെ കേരളത്തിൽ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന വ്യാപാരം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശികൾ കേരളത്തിലേക്ക് വരികയും കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതിനും 52 AD സെന്റ് തോമസ് കേരളത്തിൽ വന്നതിനും 2000 വർഷങ്ങൾക്ക് മുമ്പ് ജൂതന്മാർ കേരളത്തിൽ കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് വന്നതിനും പോർച്ചുഗീസുകാർ പുതുച്ചേരിയിൽ അവരുടെ വാണിജ്യ കേന്ദ്രം തുറന്നതിനുമൊക്കെ ധാരാളം തെളിവുകൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലും ധാരാളം വ്യാപാര ബന്ധങ്ങൾ വിദേശ രാജ്യങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ധാരാളം വ്യാപാര ബന്ധങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അന്നുണ്ടായിരുന്ന 14ഓളം സിൽക്ക് റൂട്ടുകളിൽ പകുതി 7 സിൽക്ക് റൂട്ടുകളും നോർത്ത് ഇന്ത്യ വഴിയാണ് കണക്ട് ചെയ്യപ്പെട്ടിരുന്നത് എന്നും കാണാം. 712 AD മുഹമ്മദ് ബിൻ കോസിം എന്ന് പറയുന്ന റൂളറാണ് ആദ്യത്തെ ഇസ്ലാമിക് റൂളറായിട്ട് ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചെങ്കിസ് ഖാനും ഖിൽജിയും ബാബർ, ഗോറി അങ്ങനെ ധാരാളം വൈദേശിക ശക്തികൾ ഇന്ത്യയിൽ ആക്രമണം നടത്തുകയും ഇന്ത്യയിൽ അധികാരം ഉറപ്പിക്കുകയും ഇന്ത്യയിൽ ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായി കടന്നു വന്ന് ആക്രമണങ്ങൾ നടത്തി അധിനിവേശം നടത്തിയിട്ടുള്ള വിദേശികളുടെ സംസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടപഴകിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യയുമായിട്ടാണ്. ഈ സംസ്കാരത്തിൻ്റെ അളവുകോലുകൾ എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് ഭാഷയും കലാരൂപങ്ങളും സാഹിത്യവും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു അളവുകോലായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 9 ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഈ നൃത്തരൂപങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള രൂപപ്പെട്ടിട്ടുള്ള ഒരു നൃത്തരൂപം എന്ന് പറയുന്നത്. അത് കഥക്കാണ്. കുച്ചിപ്പുടി ആന്ധ്രയിലും ഭരതനാട്യം തമിഴ്നാട്ടിലും കർണാടകത്തിലും കഥകളിയും മോഹിനിയാട്ടവും കേരളത്തിൽ നിന്നുമാണ് രൂപം കെട്ടിട്ടുള്ളത്. ഇന്ന് ഈ നൃത്തകലകളൊക്കെ തന്നെ ആഗോള പ്രശസ്തി നേടിയിട്ടുള്ള ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളുമാണ്. ഇന്ത്യയിലെ 9 ക്ലാസിക്കൽ ഡാൻസ് ഫോംസിൽ 4 ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ സാംസ്കാരികമായി ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലുപരി ഈ 4 സംസ്ഥാനങ്ങൾക്കും സ്വന്തമായിട്ടുള്ള ഭാഷകളുണ്ട്. ഈ ഭാഷകൾക്കൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള അക്ഷരങ്ങളും ഭാഷാ പ്രയോഗ രീതികളും വലിയ സാഹിത്യ സംസ്കാരവും അതിലുപരി വളരെ വിശാലമായിട്ടുള്ള സിനിമാ വ്യവസായം പോലും ഈ 4 സംസ്ഥാനങ്ങളുടെയും ഭാഷകൾ അടിസ്ഥാനമാക്കി ഉണ്ട്. മലയാളവും തെലുങ്കും തമിഴും കന്നഡയും ഒക്കെയാണ് ഈ 4 സംസ്ഥാനങ്ങളിലായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷകളെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു സാഹിത്യ ലോകമാണ് ഈ 4 ഭാഷകളിലുമുള്ളത്. അതിലുപരി ദിനപത്രങ്ങളിലും വീക്കിലികളിലും മന്ത്ലികളിലും ഇയർലി പ്രസിദ്ധീകരിക്കുന്ന മാഗസിനുകളിലും ഉൾപ്പെടെയായിട്ട് ധാരാളം പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നും നിരന്തരം പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 8th ഷെഡ്യൂളിൽ 14 ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഇന്ത്യയുടെ ഭാഷകളായിട്ട് 14 ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഭാഷകളിൽ 4 എന്ന് പറയുന്നത് മലയാളവും തമിഴും തെലുങ്കും കന്നഡയുമാണ്. ഈ സൗത്ത് ഇന്ത്യൻ ഭാഷകളാണ്. അതുകൂടാതെ ഇന്ത്യക്ക് 6 ക്ലാസിക്കൽ ഭാഷകൾ, ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണുള്ളത്. ഈ 6 ക്ലാസിക്കൽ ലാംഗ്വേജസിൽ 4 എന്ന് പറയുന്നത് തമിഴും മലയാളവും കന്നഡയും തെലുങ്കുമാണ്. പിന്നെയുള്ള 2 ഭാഷകൾ എന്ന് പറയുന്നത് ഒഡിയയും സംസ്കൃതവുമാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിന്ദി എന്ന് പറയുന്ന ഭാഷയെ ഇതുവരെയും ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജിന്റെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്.
ഇതുകൂടാതെ ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട് എന്നൊരു വസ്തുത കൂടിയുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നോർത്ത് ഇന്ത്യയുടേതെന്ന് പറയുന്ന നൃത്തരൂപമായ കഥക്കിന് ഒരു വിദേശ നൃത്തരൂപവുമായിട്ട് വളരെ അടുത്ത സാമ്യമുണ്ടെന്നാണ് ഒരു കണ്ടെത്തലുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന പോലെ സ്പാനിഷ് നൃത്തരൂപമായിട്ടുള്ള ഫ്ലെമിംഗോയുമായിട്ട് ഈ കഥക്കിന് വളരെ അടുത്ത രൂപമുണ്ട്, അടുത്ത സാമ്യമുണ്ടെന്ന് പലരും പല വീഡിയോകളിലും പല സംഭാഷണങ്ങളിലും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി നോക്കിയപ്പോൾ ഈ രണ്ട് നൃത്തരൂപങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിളുമാണ്. ദൈവങ്ങൾക്ക് മനുഷ്യരൂപം കൊടുത്ത് റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചത് റോമൻ സംസ്കാരത്തിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ആദ്യത്തെ ബുദ്ധന്റെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമ സൃഷ്ടിച്ചെടുത്തതും ഇൻഡോ ഗ്രീക്ക് രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഒരു ശില്പകലാ രീതിയെ ഗാന്ധാര ആർട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളൊക്കെ പഴയ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലുമൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ ഈ വൈദേശിക ആധിപത്യം കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ഒരു വസ്ത്രമാണ് സൽവാർ കമ്മീസ് എന്ന് പറയുന്നത്. പഴയ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ വസ്ത്രധാരണ ശീലങ്ങളെ കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് ഈ സൽവാർ കമ്മീസ് എന്ന് പറയുന്ന വേഷം എന്ന് പറയുന്നത് ഈ മുഗൾ പാരമ്പര്യത്തിൽ നിന്നും കടം കൊണ്ടതാണ് എന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ ഭക്ഷണ രീതിയിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഭക്ഷണ രീതിയിലും ധാരാളം വൈദേശികമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ യൂട്യൂബൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്നാക്സ് ആണ് പഞ്ചാബി സമൂസ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ അടിച്ചു നോക്കിയാൽ മതി, 100 കണക്കിന് പഞ്ചാബി സമൂസയെ കുറിച്ചുള്ള വീഡിയോകൾ കാണാം. മലയാളികൾ പോലും ഈ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പഞ്ചാബി സമൂസകൾ കഴിച്ച് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ സമൂസ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അറബ് വംശജരായിട്ടുള്ള പാചക വിദഗ്ധന്മാരാണ്. ഇതിനെ അവർ സമ്പൂസക്ക് എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമ്പൂസക്ക് എന്ന് പറയുന്ന പലഹാരത്തിന് ഉള്ളിൽ അവർ ഫില്ലിംഗ് ആയിട്ട് നിറച്ചിരുന്നത് ഒന്നുകിൽ ഇറച്ചിയോ അല്ലെങ്കിൽ ബദാമും അണ്ടിപ്പരിപ്പ് മുന്തിരി പോലെയുള്ള നട്ട്സുകളൊക്കെയാണ് നിറച്ച് ഇവർ ഈ സമ്പൂസക്ക് ഉണ്ടാക്കിയിരുന്നത്. ഇതിനെ ഇന്ത്യക്കാർ പരിഷ്കരിച്ച് ഇറച്ചിയോ അല്ലെങ്കിൽ ഈ നട്ട്സുകളെയൊക്കെ പുറത്താക്കിയിട്ട് അതിനകത്ത് പൊട്ടറ്റോ നിറച്ച് നമ്മൾ അതിനെ സമൂസയാക്കി മാറ്റി. ഈ സമൂസയ്ക്കകത്ത് അല്ലെങ്കിൽ സമ്പൂസക്കിനകത്ത് പൊട്ടറ്റോ നിറച്ചു എന്നൊരു വ്യത്യാസമാണ് ഇന്ത്യക്കാരുടെ കൈവിരുതായിട്ട് അതിനകത്ത് കടന്നുകൂടിയിട്ടുള്ളത്. പിന്നെ ഈ സമൂസ എന്നുള്ള പേര് മാറ്റവും. ഇനി നമുക്ക് ഈ സംസ്ഥാനങ്ങളിലെ വികസനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. വികസനത്തിനെ അളക്കാനായിട്ട് നമുക്ക് GDP എന്ന് പറയുന്ന പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്ന ഒരു അളവുകോലുണ്ട്. ഈ അളവുകോൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെന്നല്ല ലോകത്തിലെ എല്ലാ സ്ഥലത്തിലും ഓരോ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളുടെയും ഒക്കെ വികസനം കണക്ക് കൂട്ടുന്നത്. നമ്മുടെ RBIയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നാഷണൽ എക്കണോമിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഈ റിപ്പോർട്ട് അനുസരിച്ച്, ഈ GDPയുടെ റിപ്പോർട്ട് 2020-21 റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഉത്തർപ്രദേശിന്റെ GDP എന്ന് പറയുന്നത് 67,000-ഓ 65,000-ഓ ഒക്കെ രൂപ വരുന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നത്. അതേ സമയത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ GDP എന്ന് പറയുന്നത് 1,70,000-ന് മുകളിലാണ്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മറ്റിടങ്ങളുടെ GDP നോക്കുകയാണെങ്കിൽ അത് 4 ലക്ഷത്തിനും ഒക്കെ മുകളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കഴിഞ്ഞ് നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ GDP മെയിൻറ്റെയിൻ ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുകൂടാതെ നമ്മുടെ ഇന്ത്യയിലേക്ക് ധാരാളം വിദേശ പണം ഒഴുകിയെത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ വിദേശ പണം വരുന്നത് മുഴുവൻ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ ജോലി നേടി അവിടെ നിന്ന് അവർ ശമ്പളമായി സമ്പാദിക്കുന്ന തുക നമ്മുടെ രാജ്യത്തേക്ക് റെമിറ്റ് ചെയ്യുന്നതിലൂടെയാണ്. ഇങ്ങനെയുള്ള റെമിറ്റൻസിന്റെ കണക്കെടുത്ത് നോക്കിയാൽ 49% കൂടുതൽ റെമിറ്റൻസ് നടക്കുന്നത് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആൾക്കാരിൽ നിന്നാണ്. GDP എന്നത് സമ്പത്ത് അളക്കാനുള്ള അളവുകോലാണെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ദാരിദ്ര്യം അളക്കുന്നത്. ഈ അളവുകോൽ ഉപയോഗിച്ച് ദാരിദ്ര്യം അളന്ന് നീതി ആയോഗ് പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സ്ഥലം അല്ലെങ്കിൽ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്.
അതിനുശേഷം പുതുച്ചേരി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്, സൗത്ത് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ 10 സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ 10 സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതേസമയം നോർത്ത് ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ ദാരിദ്ര്യത്തിൻ്റെ അളവിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനം നടത്തുന്ന, ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളുമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണെന്ന് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ എല്ലാ പേർക്കും വിദ്യാഭ്യാസം ആർജിക്കാനുള്ള അവകാശം കിട്ടുന്നുണ്ടോ എന്നൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. വിദ്യാഭ്യാസം, അക്ഷരജ്ഞാനമൊക്കെ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സാക്ഷരതയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. കേരളം അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വികസന കാര്യത്തിൽ, അത് ആരോഗ്യമായാലും സാക്ഷരതയായാലും വിദ്യാഭ്യാസമായാലും സമ്പത്തായാലും ഏത് അളവിലായാലും മുന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്താൽ ഒരു വിഭാഗം മനുഷ്യർ വന്ന് പറയുന്നത് ഈ കാണുന്ന സമ്പത്ത്, പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൻ്റെ കാര്യം എടുക്കാം, കേരളത്തിൽ നിന്നുണ്ടായ വികസനത്തിൻ്റെയൊക്കെ പ്രധാന കാരണക്കാർ കേരളം മുമ്പ് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് എന്നാണ് ഇവർ വാദിക്കുന്നത്. ശരിക്കും നമ്മൾ ചരിത്രം ഒന്ന് വ്യക്തമായിട്ട് പരതി നോക്കുകയാണെങ്കിൽ ഈ സ്വതന്ത്രമായ ഇന്ത്യയുടെ ചരിത്രം എടുക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിക്കുമ്പോൾ, രാജഭരണമൊക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷ് അധിനിവേശവും കഴിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും സമ്പത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ സമ്പന്നമായിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. എന്നാൽ ഈ 70 വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ 70 വർഷങ്ങൾക്ക് ശേഷം ജനാധിപത്യ ഭരണം വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ഭാഗങ്ങളായിട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാറുകയും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ രാജ്യത്ത് വികസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ സംഭവിച്ചു തുടങ്ങിയത് 1970-കളിലാണ്. അതിൻ്റെ തുടർച്ച 1980-കളിലും 1990-കളിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പടിപ്പടിയായിട്ട് വികസിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയായിട്ട് നമ്മൾ മാറിയിട്ടുള്ളത്. നമുക്ക് മനോഹരമായ റോഡുകൾ ഉണ്ടായതും വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായതും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് വളരെ സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായതും ഒക്കെ തന്നെ ഈ രാജഭരണ കാലഘട്ടത്തിലല്ല, ജനാധിപത്യ ഭരണ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾ കൃത്യമായിട്ടുള്ള ആവിഷ്കാരം അല്ലെങ്കിൽ പദ്ധതി നിർവഹണമൊക്കെ നടത്തിയത് കൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വികസനത്തിൻ്റെ പുതിയ പുതിയ പടവുകൾ കയറുകയും കൂടുതൽ ഉയർന്ന നിലയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ജനസംഖ്യാ വർധനവ് നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ശിശുമരണ നിരക്ക് വളരെ കുറവാണ്. അതുമാത്രമല്ല, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അവസ്ഥ എന്നൊക്കെ പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയൊക്കെ തന്നെ വിഭജിച്ച് കൊടുക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ഇതിലെല്ലാത്തിലും ഉപരി പെൺകുട്ടികൾക്ക് തുല്യത എന്ന് പറയുന്ന ഒരു സംവിധാനം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും തന്നെ ഒരുപോലെ ഉണ്ട് എന്നൊരു വസ്തുത കൂടിയുണ്ട്. കുട്ടികൾക്ക് ആദ്യമായിട്ട് അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് തമിഴ്നാട്ടിലാണ്. ആ ഒരു പദ്ധതിയുടെ നടപ്പിലാക്കലോട് കൂടി തന്നെ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ അഡ്മിഷന്റെ കാര്യത്തിൽ ഇരട്ടിയിലധികം വർധനവുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതിലുപരി കോളേജിൽ പഠിക്കുന്ന, യൂണിവേഴ്സിറ്റികളിൽ വിദ്യാഭ്യാസം നടന്ന കുട്ടികളുടെ അളവ് എന്ന് പറയുന്നത്, എണ്ണം എന്ന് പറയുന്നത് ശതമാനക്കണക്കിൽ നോക്കിയാൽ ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് തമിഴ്നാട്ടിലുള്ളത് എന്ന് കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിലാണ് ആദ്യത്തെ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ഒരു IT വ്യവസായം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായത്. അതുണ്ടാക്കിയത് കേരളം ഭരിച്ചിരുന്ന EK നയനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു. 1997 കർണാടക IT പോളിസി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. ഇന്ന് കർണാടകം IT വ്യവസായത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനവുമാണ്. അതോടൊപ്പം തന്നെ 1997 അന്ന് ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആന്ധ്രാപ്രദേശും വളരെ വലിയ മുന്നേറ്റവും കുതിച്ചു ചാട്ടവും ഒക്കെ ഈ IT മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ മുതലാളിയായിട്ടുള്ള ബിൽ ഗേറ്റ്സിനെ നേരിട്ട് കണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് ആന്ധ്രയിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതും അതിന് ചുക്കാൻ പിടിച്ചതുമൊക്കെ ഈ ചന്ദ്രബാബു നായിഡു സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്.
കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് നാഷണൽ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്ക് പ്രോജക്റ്റ് പൂർത്തിയാക്കിയ സംസ്ഥാനം. അതുമാത്രമല്ല, ഇന്റർനെറ്റ് മൗലിക അവകാശമാക്കി ഒരു ബില്ല് കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നതും കേരളമാണ്. ഇപ്പോൾ കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന കെ-ഫോൺ എന്ന് പറയുന്ന ഒരു പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് കൂടി കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സൗജന്യമായിട്ട് അതിവേഗതയിലുള്ള ഇന്റർനെറ്റ് സംവിധാനം ലഭിക്കാൻ പോകുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. ഇത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടുള്ള ഈ തരത്തിലുള്ള ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവും പ്രോജക്റ്റുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സെന്റർ ഫോർ ന്യൂ എക്കണോമിക് സ്റ്റഡീസ് 2021 OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തൊരു പഠനം നടത്തിയിരുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ, സമത്വം, നീതി തുടങ്ങിയ വിഷയങ്ങളൊക്കെ ആധാരമാക്കിയിട്ടാണ് അവർ ഈ പഠനം നടത്തിയത്. ഈ പഠനം നടത്തി അവർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവർ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ആദ്യമുള്ള 10 സ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ ലിസ്റ്റിൽ അവസാന സ്ഥാനങ്ങളിൽ എത്തിയത് ഉത്തർപ്രദേശും ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയുടെ ഒരു ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ എല്ലാ തരത്തിലും പുരോഗതിയിലേക്ക് നീങ്ങുകയും ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും എല്ലാ വിധത്തിലും ഇപ്പോഴും അധോഗതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടില്ലായ്മയും കാഴ്ചപ്പാടില്ലായ്മയുമാണെന്ന് നമ്മൾ വളരെ വ്യക്തമായി തന്നെ സമ്മതിക്കേണ്ടി വരും. നമുക്ക് ഇന്ത്യയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 50 വർഷത്തോളം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് കാണാം. ഈ 50 വർഷം ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അധികാരം അവരുടെ അവകാശമാണെന്ന് കോൺഗ്രസ് ആ പാർട്ടിക്ക് തോന്നിപ്പോയി. അതിൻ്റെ ഫലമായിട്ട് അവർ ഭരിക്കുക, സുഖിക്കുക, ജീവിക്കുക എന്നുള്ളതിലുപരി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ തരത്തിൽ ജനങ്ങളെ ഭൗതികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഒക്കെ ശാക്തീകരിക്കാത്തതിൻ്റെ ഫലമായി ആ ജനങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യത്തിലും നിത്യ ദുഃഖത്തിലുമൊക്കെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. കോൺഗ്രസിന്റെ കാര്യം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നോക്കിയാൽ ബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. അവിടെ 30 വർഷക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, CPM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടിക്ക് ഇന്ന് ബംഗാളിൽ അഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്കും സംഭവിച്ചത് മറ്റൊന്നല്ല, തുടർച്ചയായിട്ട് അധികാരം കിട്ടിയപ്പോൾ CPM കരുതിയത് ബംഗാളിലെ അധികാരം എന്നത് അവരുടെ അവകാശമാണ് എന്നാണ്. പാർട്ടിയുടെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ വലിയ കമ്മിറ്റികളും ഒക്കെ ചേർന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിൽ നിന്ന് താഴെ തട്ടിലുള്ള ഓരോ പാർട്ടിക്കാരനും കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും അധികാരം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ബംഗാൾ മാറിയതിൻ്റെ പരിണിത ഫലമാണ് CPM എന്ന് പറയുന്ന ബംഗാളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന പ്രസ്ഥാനത്തിന് ഇന്ന് അധികാരത്തിൻ്റെ 7 അയലത്ത് പോലും പ്രവേശനമില്ലാതെ ദൂരെ മാറിയിരിക്കേണ്ട അവസ്ഥ വന്നത്. ഇനി മറ്റൊരു സംസ്ഥാനം കൂടിയുണ്ട്, ഗുജറാത്ത്. കഴിഞ്ഞ 25 വർഷത്തിലേറെ കാലമായിട്ട് ഗുജറാത്ത് ഭരിക്കുന്നത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ഇപ്പം നടന്ന ഇലക്ഷനിലും ഐതിഹാസിക വിജയം നേടിയിട്ട് BJP ഭരണം തുടരുന്നുണ്ട്. എന്ന് വിചാരിക്കുമ്പോൾ, എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഗുജറാത്ത് വമ്പൻ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണെന്ന്. ശരിക്കുമുള്ള വസ്തുത അതല്ല. ഗുജറാത്തിനുള്ളിൽ യാത്ര ചെയ്യുകയും ഗുജറാത്തിനകത്തുള്ള വികസനങ്ങളൊക്കെ കാണുകയും ഒക്കെ ചെയ്താൽ പത്രത്തിൽ പറയുന്നതും രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്നതും ഒക്കെ കള്ളമാണെന്ന് മനസ്സിലാകും. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് ഇന്ത്യ സന്ദർശിക്കാൻ വരുമ്പോൾ ഗുജറാത്തിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്ര ഒരു നാഷണൽ ഹൈവേയിലൂടെ പുള്ളിയുടെ കോൺവോയ് കടന്നു പോകുമ്പോൾ ആ നാഷണൽ ഹൈവേയുടെ സമീപത്തായിട്ടൊരു കോളനി ഉണ്ടായിരുന്നു. ആ കോളനിയിലെ ജനങ്ങളുടെ ജീവിതവും അവരുടെ അവസ്ഥയും ട്രംപ് കാണാതിരിക്കുന്നതിന് വേണ്ടി മതിൽ കെട്ടി ഈ കോളനിയെ ഹൈവേയിൽ നിന്നും വേർതിരിച്ച ഒരു അനുഭവം നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ തങ്ങളുടെ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ഒരു ചേരിയെ മതിൽ കെട്ടി അമേരിക്കൻ പ്രസിഡന്റിന്റെ കണ്ണിൽ നിന്നും മാറ്റി നിർത്തേണ്ട അവസ്ഥ ആ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന് വരില്ലായിരുന്നു. ഇത്രയും പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം കൂടെ പറയണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിക്ക് തുടർ ഭരണം കിട്ടിയിരിക്കുന്നത്.
സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM-ന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് കേരളത്തിലെ തുടർച്ചയായി രണ്ടാമതും അധികാരത്തിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച അവർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കൊടുത്തൊരു അവസരമാണ് ഈ തുടർഭരണം എന്ന് പറയുന്നത്. ഈ തുടർഭരണം എന്ന് പറയുന്നത് അവകാശമല്ല എന്ന് ഈ പാർട്ടിയും അതിൻ്റെ ഭരണകൂടവും ഒക്കെ തിരിച്ചറിയുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്താൽ ഇന്ത്യ ചരിത്രത്തിൽ തുടർഭരണം കിട്ടിയാൽ ആ പാർട്ടി നശിച്ചു പോകുമെന്നുള്ള പേരുദോഷം മാറ്റിയെടുക്കാൻ കഴിയും. ഇതിലെല്ലാം ഉപരി ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ വളരെ മോശമായിട്ടുള്ള ജാതികളുടെ ഉച്ചനീചത്വപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച പാരമ്പര്യം കൂടെയുള്ള സംസ്ഥാനങ്ങളാണ്. കേരളത്തിൽ ശ്രീനാരായണ ഗുരുവും തമിഴ്നാട്ടിൽ തന്തൈ പെരിയൂറും പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതാത് കാലഘട്ടങ്ങളിൽ നടത്തിയ വലിയ വിപുലമായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കും വഹിച്ചിട്ടുണ്ട്. മലയാളിയും ബംഗാളിയും ആസാമിയും ഗോസായിയും ഒക്കെ ആയിട്ട് വേർതിരിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വേർതിരിഞ്ഞ് നിൽക്കുന്ന നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കുടക്കീഴിൽ ഒന്നിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് മടങ്ങിപ്പോകണം. കഴിഞ്ഞ 70 വർഷങ്ങളിൽ കൂടുതലായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യക്കാരെ വിഭജിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യയിലെ 100 കോടിയിൽ പരം വരുന്ന അല്ലെ 150 കോടിയോളം എത്തുന്ന ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ ശക്തിയുണ്ടെന്ന് ഓരോ ജനങ്ങളും മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യമാണെന്നുള്ള ചിന്തയിൽ നമ്മുടെ രാജ്യം എല്ലാ സ്ഥലത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തുള്ള ജനങ്ങളും ഒരുപോലെ വികസിക്കണമെന്ന് ആഗ്രഹിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വോട്ട് കുത്തുകയും ചെയ്താൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും തിരുതും, നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളും തിരുതും എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മൾ മാറിയാൽ സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും മാറേണ്ടി വരും. നമ്മുടെ രാജ്യം വികസിത രാജ്യമായിട്ട് കുതിക്കുവാൻ തുടങ്ങുകയും ചെയ്യും.